റവറൻസിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു യൂസർ റിവ്യൂ എടുക്കുന്നത് ഒരു സ്കോഡ സ്ലാവിയ 1 ലിറ്റർ ഓട്ടോമാറ്റിക്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ യൂസർ നമ്മളുടെ കൂടെയുണ്ട്. നമുക്കൊരു വിശദമായിട്ടുള്ളൊരു റിവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് യൂസർ ശിവയാണ്. അപ്പോൾ ശിവ എങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആയി വണ്ടി എടുത്തിട്ട് ഹാപ്പി കസ്റ്റമർ ആണോ? അതെ, വളരെയധികം ഹാപ്പിയാണ്. ഇതിനു മുമ്പ് എൻ്റെ ഒരു പോളോ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം ഇതെടുത്തപ്പം നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പം റൈഡ് ചെയ്യാനാണെങ്കിലും ഡ്രൈവ് ചെയ്യാനാണെങ്കിലും നല്ല ലോങ് പോകുമ്പോൾ നല്ല സുഖമുണ്ട്, കംഫർട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഹാച്ച് ബാക്ക് എന്നാണ് സെഡാനിലേക്ക് എത്തിയത്. അതെ, ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. ഫാമിലി ആയിട്ട് പോകുമ്പം ഫാദർ മദറൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും ബാക്കിലെ സീറ്റിന് നല്ല സ്പേസ് ഉണ്ട്. പോളോന് നേരത്തെ ആ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും കൂടെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നല്ല സുഖമുണ്ട്. ഞാൻ കൂടുതലും ലോങ് എടുത്തിട്ടുള്ളൂ. സിറ്റി ഡ്രൈവ് കൂടുതൽ ഫാദറാണ് യൂസ് ചെയ്യാറ്. സോ അപ്പം ഇത് വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. ഒരു 1 ലിറ്റർ നോർമൽ ഇപ്പോൾ ഇതിലുള്ളതും ഒരു 1.5. അതെ, അപ്പോൾ 1 ലിറ്ററിലേക്ക് ഓടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ 1.5 ചൂസ് ചെയ്യാതെ ഒരു 1 ലിറ്ററിലേക്ക് ഒന്ന് എക്കണോമിക്കൽ നോക്കിയതാണ്. കാരണം 1.5 മൈലേജ് ഇതിലും കുറവാണ്, ഇതിലല്ലെങ്കിൽ മൈലേജ് കുറവാണ്. പിന്നെ പോരാത്തതിന് കൂടുതലും ഫാദറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അച്ഛൻ അധികം പവർഫുൾ വണ്ടി സിറ്റി ഡ്രൈവിന് വേണ്ട. പിന്നെ ഞാൻ വല്ലപ്പോഴും വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ട്രാവലിന് നമുക്ക് ഇതിൽ കാണിക്കുന്ന ബഡ്ജറ്റ് 10.6 ആണ്. അതെ, അപ്പോൾ നമുക്ക് മാക്സിമം എത്ര മൈലേജ് വരെ കിട്ടിയിട്ടുണ്ട്? നല്ല ഹൈവേ പോവുകയാണെങ്കിൽ ഒരു 15 വരെയൊക്കെ കിട്ടും. സിറ്റി ഡ്രൈവിൽ 8. കൊച്ചിയിലാണ് മെയിൻലി ഓടുന്നത്. കൊച്ചിയിൽ മെയിൻലി ഓടുമ്പോൾ മാക്സിമം 8, അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. 8-9. ഈ സ്പീഡും കാര്യങ്ങളൊക്കെ ലൈക്ക് എത്ര വരെ പോയിട്ടുണ്ട്? അതിപ്പോ ഒരു 140-150 വരെ പോകും സുഖമായിട്ട്, ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ലൈക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ലൈക്ക് എന്തായിരിക്കും പറയാം? ഫീച്ചർ വൈസ് മൊത്തം വണ്ടിയിലും എല്ലാം ഇഷ്ടമാണ്. അതിൽ എനിക്ക് ആ സ്റ്റിയറിംഗ് വീലിൻ്റെ കംഫർട്ടബിൾ 2 സ്പോക്കിൽ പിടിക്കാനുള്ളൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ. പിന്നെ ഉള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നോർമൽ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഏതൊരു വണ്ടിക്കാണെങ്കിലും നെഗറ്റീവ്സും ഉണ്ടാവും, പോസിറ്റീവ്സും ഉണ്ടാവും. എന്നപ്പം ശിവ നേരിട്ട ഇല്ല പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കംഫർട്ട്. നല്ല ലോങ് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണെങ്കിലും പവർ കിട്ടും. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ കോൺഫിഡൻസിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ പവർ അത് ഡെലിവർ ചെയ്യുന്നുണ്ട് എഞ്ചിൻ ആ ടൈമിന് തരുമ്പോൾ. പിന്നെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അവിടെ ആണെങ്കിൽ ഒരു ചെറിയ ടിക്കറ്റ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ നമ്പേഴ്സ് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇപ്പോൾ ഡബിൾ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഫോൺ നമ്പേഴ്സ് വെക്കാൻ അങ്ങനെയുള്ളൊരു ഫീച്ചർ. പിന്നെ ബാക്ക് സീറ്റിലുള്ളവർക്ക് ഫോൺ വെക്കാനായിട്ടൊരു സെപ്പറേറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി മെയിൻലി എൻജിൻ ആൻഡ് ഡ്രൈവിംഗ് കംഫർട്ട്, പിന്നെ ഇതിൻ്റെ ഒരു ലുക്കും അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ഓൾറെഡി ഫസ്റ്റ് ഷെയർ റൈറ്റർ ആണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ആ യൂറോപ്യൻ അതിൽ തന്നെ നിൽക്കുന്ന ഫോക്സ്വാഗൺ പിന്നെ സ്കോഡയും എല്ലാം ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ അടിയിലായതുകൊണ്ട് അതിൽ എല്ലാം നല്ല സേഫ്റ്റി വൈസ് പക്കയാണ് അത്. ഇപ്പം എന്തെങ്കിലും വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആണല്ലോ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ്സ് ബെറ്റർ ആവായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ? എനിക്ക് ആകെ തോന്നിയത് മൈലേജ് ആണ്. അത് പിന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് വണ്ടി എടുത്തത്. മൈലേജ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഒരു സിറ്റി ഡ്രൈവിൽ അവർ പറയുന്ന കമ്പനി പറയുന്നത് സിറ്റി ഡ്രൈവിൽ 15 പറയുന്നത്, ഹൈവേയിൽ 20-24 അതൊന്നും കിട്ടുന്നില്ല. ഒരു സിറ്റി ഡ്രൈവിൽ ഒരു 8-10 കിട്ടും. ഹൈവേ ഡ്രൈവിൽ ഒരു 15-18 കിട്ടും. ആ റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ സർവീസ് കോസ്റ്റ് ഒക്കെ നമുക്ക് എത്രയാണ് വരുന്നത്? സർവീസ് എനിക്ക് തോന്നുന്നു ഇയർലി 6,000-7,000 ആ റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെ പെർ ഇയർ. അപ്പം ലൈക്ക് നോർമലി ഇപ്പോൾ ജർമ്മൻ വണ്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു എന്താ പറയുക കൺസേൺ ആണ് ഈ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ചോദിക്കാൻ. പക്ഷേ ഇല്ല, കാരണം നമ്മൾ 10,000 കിലോമീറ്ററും ഒരു കൊല്ലത്തിലൊരിക്കലേ ചെയ്യുന്നുള്ളൂ. ഇപ്പം പണ്ടത്തെ പോലെ 6 മാസം കൂടുമ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ചെറിയ പ്രീമിയം കൊടുക്കുമ്പോൾ വണ്ടീൻ്റെ കംഫർട്ടും അതുപോലെ മാറുന്നുണ്ട്. ആ സേഫ്റ്റി കംഫർട്ട് അത് നോക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇതാണ് തോന്നിയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഞാൻ കമ്പയർ ചെയ്തിരുന്നു എടുക്കുന്നതിന് മുമ്പ് കിയ സെൽറ്റോസും അതൊക്കെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതിന് മച്ച് ബെറ്റർ ആയിരുന്നു. എനിക്കൊരു കിയ സെൽറ്റോസ് 3 സ്റ്റാർ ആണ്, 5 സ്റ്റാർ ആണ്. അതെ അതെ. ഇതിലേക്ക് വരുമ്പോൾ ആക്ച്വലി നമുക്കൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണുള്ളത്. സ്റ്റിയറിംഗിന്റെ കാര്യം എടുത്തു പറയുന്നതാണ്. കാരണം നല്ല റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് സ്ക്വാഡ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, ടച്ച് ആണ്.
സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. ദെൻ വി ഹാവ് ക്രൂയിസ് കൺട്രോൾ. അത് നമ്മൾ ഈ ഒരു പെഡലിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു കോൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പിന്നെ വേറെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. സോഫ്റ്റ് പ്ലാസ്റ്റിക് എവിടെയും അവർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലൈക്ക് നമ്മൾ ഇന്ത്യൻ കാർസിൽ ഇപ്പോൾ നമ്മളിങ്ങനെ കാറിലാണെങ്കിലും ചെറിയ ചെറിയ ഈ ഒരു ലൈക്ക് നോർമലി നമ്മൾ ഈ ഗണപതിയോ അല്ലെങ്കിൽ എന്താ പറയുക കൃഷ്ണൻ ആരെങ്കിലും കേക്കി വെക്കുക, അല്ലെങ്കിൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ ചിലർ വെക്കാറുണ്ട്. അപ്പോൾ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഓൾ ടുഗെദർ ഇതൊരു വെൽ ആൻഡ് നീറ്റായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സേഫ്റ്റിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ഒരു 5 സ്റ്റാർ റേറ്റഡ് വണ്ടിയാണ്. ഈ സെയിം പ്ലാറ്റ്ഫോമാണ് വോക്സ്വാഗൺ വെർച്വൽ ഷെയർ ചെയ്യുന്നത്. എഞ്ചിനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഷെയർഡ് ആണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. റേ സൈഡിലേക്ക് ആക്ച്വലി വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരുവിധം സെഡാൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫ്ലാറ്റ് ആണെങ്കിലും ആക്ച്വലി എൻ്റെ സൈസിലുള്ള ഒരു 3 ആൾക്കാരുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് ഇരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ 2 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ് അല്ല, അതുകൊണ്ട് സീറ്റിംഗ് വൈസ് നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ 2 പേർക്കാണ് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആവുക. ഏർലിയർ ഒരു സെഡാനിലൊക്കെ നമ്മൾ കുറച്ചും കൂടി വലിയ സെഡാനായിരുന്നു, ഒരു 3 പേർക്കായിരുന്നു ലൈക്ക് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം എല്ലാവരും ഒരു 5 സീറ്റർ ആണെങ്കിലും മോസ്റ്റ്ലി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഒരു 4 പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഹെഡ് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു 178 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് നോക്കുമ്പോൾ ഇവിടെ തട്ടുന്നൊന്നുമില്ല. ചിലപ്പം കുറച്ചും കൂടി ഹൈറ്റുള്ള ഒരാൾ, അതായത് 6 ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് ബാക്കിലൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അത് തന്നെ അവർ 3 എണ്ണം പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ ഓൾറെഡി പറഞ്ഞു ലൈക്ക് 3 പേർക്ക് യാത്ര കുറച്ച്, അതായത് എൻ്റെ സൈസിലുള്ള ഒരു 3 പേർക്ക് യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അവർ 3 ഹെഡ് റെസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെഡാൻ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ ഈ വണ്ടിക്ക് ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. ഓൾമോസ്റ്റ് 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതായത് കുറച്ച് മോശമായിട്ടുള്ള റോഡ് കൂടിയൊക്കെ വന്നു. അങ്ങനെ ലൈക്ക് പഴയ സ്കോഡയോ വോക്സ്വാഗനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ലൈക്ക് പല സ്ഥലത്തും ഇത് അടി തട്ടാറുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ ഒരു വണ്ടിക്കില്ല. ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കഫേൻ വില്ല എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലാണ്, വയനാട്ടിലാണ്. അപ്പോൾ ഇതൊരു പഴയ തറവാടാണ്. അവർ ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 6 റൂംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിലേക്ക് വരുമ്പോൾ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.